ബട്ട് അതിനും പൈസ കൊടുക്കണ്ടേ, ചുമ്മാ കിട്ടുമൊന്നുമില്ലല്ലോ. സോ നമുക്കൊരു ഫെയിലർ ആവുന്നതിനേക്കാൾ മുമ്പ് 1-2 മുമ്പ് നിർത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കുറെ ആരിലൊക്കെ വരും, അത് നീ പോയി ഫുഡ് കഴിക്കണം എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. നമുക്ക് ലങ്സിലേക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഡ്രൈ സ്കൂപ്പ് എടുക്കുമ്പോൾ. സോ അതുപോലെ തന്നെ ക്രിയാറ്റിൻ നിർത്തിയാലും അതേ എഫക്ട് തന്നെയാണ്. നമുക്ക് സ്ട്രെങ്ത്തിലും വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും വ്യത്യാസം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നമ്മൾ ട്രെയിനിങ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള എപ്പിസോഡിന്റെ 3rd എപ്പിസോഡ് എടുക്കാനായിട്ട് എൻ്റെ ഒപ്പം ഒരു ബ്രോ ഉണ്ട്. ആക്ച്വലി എനിക്ക് ആളെ പരിചയമില്ല, ഇൻസ്റ്റാഗ്രാമിൽ വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ ആളങ്ങ് അങ്കമാലിയിൽ നിന്ന് നമ്മുടെ തൊടുപുഴയിലേക്ക് വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാനും ആളും കൂടി ഇന്ന് ബാക്കും ബൈസെപ്സും ആണ് ചെയ്യാൻ വേണ്ടി പോണേ. സോ അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് കാണാം. സോ ഹലോ ബ്രോ, എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുറച്ച് ടഫായിരുന്നു, കാരണം കാലത്ത് ഞാൻ അങ്ങനെ എണീക്കാറില്ല. ഞാനും അതെ 2.5 മാസം കൂടി ഞാൻ ഇന്ന് രാവിലെ ജിമ്മിൽ വരുന്നത്. നമ്മൾ നേരത്തെ പ്രെപ്പ് സമയത്തൊക്കെയാണ് ഞാൻ രാവിലെ വരുന്നത്. എന്നിട്ട് ജോലിക്ക് അത് ടഫാണ് സംഭവം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വൈകിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം വൈകിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇത് രാവിലെ നല്ല പണിയാട്ടോ, നടക്കുന്ന കാര്യമല്ല. കുറെ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം മോസ്റ്റ് പ്രോബബ്ലി മെജോറിറ്റി ആൾക്കാർക്ക് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാനാണ് ഇഷ്ടം. മെയിൻ കേസ് എന്ന് പറയുമ്പോഴത്തേനും ഇരിക്കാനുള്ള മടി തന്നെയാണ്. ബട്ട് ആവശ്യം അതാണ്, നമ്മൾ എണീറ്റേ തീരുള്ളൂ. വേറെ കേസ് നമ്മുടെ ആവശ്യം അതായിരുന്നു, അതുകൊണ്ട് രാവിലെ എണീറ്റു. സോ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ? എന്താണ് ഇത്? നമ്മളൊരു വർക്കൗട്ട് സെക്ഷൻ, ലൈക്ക് നമുക്കിന്ന് ബൈസും ബാക്കും ആണ് ട്രെയിൻ ചെയ്യുന്നത്. സോ ഇന്ന് എന്റെ വർക്കൗട്ടാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്തത്. എനിക്ക് ആളെ പരിചയമില്ലായിരുന്നു. നമ്മൾ ഈ സീരീസ് ഇപ്പോൾ റൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വീക്സ് ആയി. നമ്മൾ 2 രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. സോ ആളൊപ്പം ചെയ്യാന്ന് ഓർത്തു. നമ്മളിത് വീണ്ടും ചെയ്യും. സോ എന്താ പറയുക, കുറച്ചുകൂടി നെറ്റ്വർക്കിംഗ് കൂട്ടാനും കുറെ കാര്യങ്ങൾ അറിയാനും വളരെ ബിഗിനേഴ്സ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ വരെ ഭയങ്കര ഹെൽപ്ഫുൾ ആകാൻ പറ്റുമായിരിക്കുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ലാറ്റ് പുൾ ഡൗൺ ആണ്. ഓക്കെ, എത്ര സെറ്റ്? ഒരു 12 സ്റ്റാർട്ട് ചെയ്തു. ഇല്ല, ഞാൻ അത് ചെയ്യാറില്ല. അടിക്കും ബെൽറ്റ് യൂസ് ചെയ്യാറുണ്ട്. അടിക്കുമ്പോൾ ബെൽസ് നിലവിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ആദ്യം യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഡിസ്കിന് കംപ്ലൈന്റ് പറ്റിയപ്പോഴത്തേനും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇപ്പൊ ചെറിയ വെയിറ്റിലാണെങ്കിൽ ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഫിസിയോ പറഞ്ഞിട്ടുണ്ട്. മിക്ക ഓൾമോസ്റ്റ് എല്ലാ വർക്കൗട്ടിനും ബെൽറ്റ് യൂസ് ചെയ്യുക. അതാണ് ഒരു ടാസ്ക്. ഇപ്പോൾ നിങ്ങൾ അടിക്കണം, ഞാനല്ല, ഞാൻ ഓൾറെഡി അടിച്ച് കഴിഞ്ഞാൽ. സോ അവിടെ അങ്കമാലിൽ എവിടെ വർക്കൗട്ട് ചെയ്യുന്നതിന്? അങ്കമാലില് മഞ്ഞപ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പാർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആക്ച്വലി ജിം ഫിറ്റ്നസ് ട്രെയിനറാന്ന് പറഞ്ഞിട്ടല്ലേ ഇട്ടേക്കണം ഇൻസ്റ്റാഗ്രാമില്? അതെ അതെ. സോ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? എങ്ങനെ ഓൺലൈനാണോ? ഞാൻ ഓൺലൈനായിട്ടാണ് ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോ തന്നെ ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കുമ്പോൾ തന്നെ എത്ര പൈസ കയ്യിൽ പോകുന്ന അറിയാം. അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്കറിയോ, ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ മേടിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പൈസയുടെ ഒരു അപ്രോക്സ് എത്രയെന്ന് അറിയാൻ ശ്രമിക്കും. ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഏരിയ. കാരണം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോന്നുള്ള കേസ് എനിക്കറിയാം. സത്യം, പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും 155 രൂപയ്ക്ക് 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ദിവസത്തെ. പക്ഷെ അത് ഒരിക്കലും നടക്കുന്ന കാര്യം. അത് ഞാനും പറയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ഏരിയ. ഈ പറഞ്ഞ നമ്പറിൽ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് മീറ്റുള്ള കാര്യങ്ങളിൽ നിന്നാണ് പ്രോട്ടീൻ കിട്ടാൻ സാധ്യത. ചിക്കനാണ് നമ്മൾ അഫോർഡബിൾ. അല്ലാണ്ട് ഈ പറഞ്ഞ ചെറുപയർ, കടല, പ്രോട്ടീൻ ഉണ്ട്. ബട്ട് അത് വെച്ചിട്ട് ഒരു പ്രോപ്പർ ഇതിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പറ്റുമായിരിക്കാം മേ ബി. ബട്ട് അതിനും പൈസ കൊടുക്കണ്ടേ, ചുമ്മാ കിട്ടുമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിലത് വെച്ച് നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും അത് ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെൻസീവ് ആണ്. അതാരും മനസ്സിലാക്കുന്നില്ല. നമുക്കത് ഒരിക്കലും ചീപ്പാണെന്ന് പറയാൻ പറ്റില്ല. ഇന്റൻസിറ്റി കുറവാ, കുഴപ്പമില്ല, അത്രേ പറ്റുള്ളൂ. ഞാൻ അത്യാവശ്യം ഫെയിലിയർ ഒക്കെ ഹിറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഫെയിലിയർ ഹിറ്റ് ചെയ്യാൻ പോയിട്ട് എന്റെ നടുവ് വീണ്ടും ഇത് പറഞ്ഞപ്പോഴാണ് അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഫെയിലിയർ ചെയ്യുന്നതും ഫെയിലിയറിന് തൊട്ട് മുമ്പ് നിർത്തുന്നതും സിമിലർ എഫക്റ്റ് ആണ്. ഞാൻ ഈ ഇടയ്ക്ക് ജെഫ്നിപ്പറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഫുള്ള് ഫെയിലിയർ ചെയ്യുമ്പോൾ ഫെയിലിയർ എത്തുമ്പോൾ ഫോം തെറ്റാൻ സാധ്യത കൂടുതലാണ്, ഇഞ്ചുറി വരാൻ സാധ്യത കൂടുതലാണ്. ഇത് റിക്കവറിനെ ബാധിക്കും. സോ നമുക്കൊരു ഫെയിലിയർ ആവുന്നതിനേക്കാൾ മുമ്പ് 1-2 മുമ്പ് നിർത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പ്രോപ്പർ ഫോം വിട്ടിട്ട് കളിയും ചെയ്യരുത്. അതാണ് മെയിൻ പോയിന്റ്. ഇതിൽ എല്ലാവരും മേ ബി നമ്മൾ ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കാം, ബട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതും 3 സെറ്റ് തന്നെ ആയിരിക്കും അല്ലേ? ഇതും 3 സെറ്റാണ്. നൈസ് ഐ ലൈക്ക് ഇറ്റ്. പലരും മിസ് ചെയ്യുന്ന ഈ സംഭവമാണ്. സ്ട്രെച്ച് കൊടുക്കില്ല ആരും. തീർച്ചയായും സ്ട്രെച്ച് ചെയ്യണം. കോൺട്രാക്ഷനേക്കാളും കൂടുതൽ ഇവിടെ വേണ്ട സ്ട്രെച്ചാണ്. സോ അത് നിങ്ങൾ ആരെങ്കിലും ടീബാറോ ചെയ്യുവാണെങ്കിൽ അത് നോക്കുക. സോ ഇന്ത മാതിരി സ്ട്രെച്ച് ഈസ് വെരി ഗുഡ്. ഐ ലൈക്ക് ദിസ്. നൈസ്. ഞങ്ങളുടെ ജിമ്മിലെ ഏറ്റവും മിസ് ചെയ്യുന്ന മെഷീൻ ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെഷീൻ ഇതാണ്. അല്ല, എനിക്ക് എന്നാലും ഏത് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. അത് എനിക്ക് ലെഗ് വെരി ഗുഡ്.
ലെഗാണ്. അതിന്റെ ലെഗ് അടിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് മസിൽ വി നീഡ് ടു ട്രെയിൻ. അതറിയില്ല. ലെഗ് ഇഷ്ടമാണ്, പക്ഷെ ലെഗ് ഞാൻ ആകെ ആഴ്ചയിൽ ഒരു നേരം ചെയ്യും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീക്വൻസി കുറവാണ്, അപ്പൊ ഇന്റൻസിറ്റി കൂട്ടി ചെയ്യും. ഇപ്പൊ എന്റെ വർക്കൗട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എന്റെ ഒരു ദിവസം ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ധാരാളം മസിൽ ബിൽഡ് ചെയ്യും. അത് ഈ ആഴ്ചയിൽ 6 ദിവസം 5 ദിവസം പോകണ്ട. അറ്റ് ദ സെയിം ടൈം കുറെ പേര് മസിൽ ആഗ്രഹിക്കുന്നില്ല. ബട്ട് എന്നിരുന്നവർക്ക് അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനഫ് ആയിട്ടുള്ള പ്രോട്ടീൻ വേണം. കൂടുതൽ സയന്റിഫിക് ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അവർക്ക് കത്തിയാൽ മതിയല്ലോ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ വേണം. ഒരു മസിൽ ബിൽഡിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡിംഗ് ജിം അല്ല ഇത്. കുറച്ചുകൂടി ഫിറ്റ്നസ് ഓറിയന്റഡ് ആണ്. ജസ്റ്റ് വരിക, അവരുടെ നിലവിലത്തെ ആക്ടിവിറ്റീസും ഫങ്ഷണൽ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള എന്നിരുത്തി അവർ പ്രോട്ടീൻ എടുക്കാണ്ടിരിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. അവർക്ക് അവരുടെ രീതിയിൽ പ്രോട്ടീൻ എടുക്കണം. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു റോങ് ആണ് ഇൻഫർമേഷൻ ആളുകളിലേക്ക് ചെല്ലുന്നത്. ബാക്കിയുള്ള ആളാണെങ്കിൽ മാത്രമേ ഫിറ്റ്നസ് ഉള്ളൂ എന്നുള്ള രീതി. മണ്ടന്മാരാണ് അത്. അങ്ങനത്തെ ഒരു കാരണം നമുക്ക് ഒരിക്കലും 6 പാക്ക് വെക്കുന്നത് ഒരു അത്രയും ബോഡി ഫാറ്റ് കുറച്ച് ഇതാണ്. ബോഡി ഫാറ്റിൽ നിൽക്കാൻ പാടില്ല ശരിക്കും പറയാം. നമുക്ക് മെയിൻ ആയിട്ട് നല്ലൊരു ഷേപ്പ് കീപ്പ് ചെയ്ത് കൊണ്ട് കിടക്കും. അതെ, അതാണ് മെയിൻ സംഭവം. ഞാൻ ഒത്തിരി സ്ട്രെച്ച് ആക്കുന്നില്ല കാര്യം പറഞ്ഞ പതുക്കെ മതി, കാരണം നടുവിന്റെ അതുള്ള നല്ല സ്ട്രെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അതാ നമ്മുടെ ബോഡി മുഖ്യമെങ്കില്. അതെ അതെ. ഇപ്പൊ കുറെ കമന്റ്സ് ഒക്കെ വരും എനിക്ക് നെഗറ്റീവ് ആയിട്ട്. നമ്മൾ ഈ ഡയറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും കുറെ ആരിലൊക്കെ വരും, അത് നീ പോയി ഫുഡ് കഴിക്കണം എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അല്ല, എനിക്ക് ഈ ഇടയ്ക്കായിട്ട് കിട്ടുന്നത് നന്നായിട്ട് ഇട്ടുണ്ട്. നന്നായിട്ട് ഇട്ടുണ്ട് ഡയറ്റ് കമന്റ്സ്. എന്ത് ഉദ്ദേശിച്ചാന്നറിയില്ലേ ഗൈസ്? ഈ നെഗറ്റീവ് കമന്റ്സ് ആരെങ്കിലും കൈകൾ ഇട്ടോ, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഇട്ടോ, നോ പ്രോബ്ലം. സോ എന്റേതായ രീതി ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണൂ, നിങ്ങളുടെ ഇഷ്ടം. സോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. എല്ലാവരുടെയും സിറ്റുവേഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം എടുത്ത് നോക്ക്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹൈ തന്നെയാണോ പോകുക? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ. ബ്രോ ഇപ്പൊ നേരെ സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും എടുക്കാറുണ്ട്? ഞാനിപ്പോ സപ്ലിമെന്റ്സ് ആയിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുക്കാറില്ല. ഞാൻ സിങ്ക് എടുക്കുന്നുണ്ട്. സിങ്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? സിങ്ക് നമുക്ക് ഒന്നെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ട്, ചെറുതായിട്ട് ഡെഫിഷ്യൻസി. അത് ടെസ്റ്റോസ്റ്ററോൺ കൂടാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതങ്ങനെ എടുക്കുന്നതാണ്. പ്രീ വർക്കൗട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ആക്കി. അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനി നമ്മളെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പല കമ്പനീസിലും കറക്റ്റ് അളവ് പോലും അല്ല അതിനകത്ത് കൊടുക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് അങ്ങനെ അതിന്റെ കൂടുതലായിട്ട് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. കുറെ പേര് കണ്ടിട്ടുണ്ടോ ഡ്രൈ സ്കൂപ്പ് യൂസ് ചെയ്യുന്നത്? പക്ഷെ അത് ഒട്ടും ആക്ച്വലി അത് ശരിയല്ല ഒരിക്കലും. ആക്ച്വലി ഡ്രൈ സ്കൂപ്പ് യൂസ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസ് അത് ശരിക്കും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് പൊടിയെ നമുക്ക് ലങ്സിലേക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഡ്രൈ സ്കൂപ്പ് എടുക്കുമ്പോൾ. അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അതായത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട്. സോ ആ രീതിക്ക് അങ്ങനെ എടുപ്പിന് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറെ പുറത്തത്തെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അതായത് ഓക്കെ ഡ്രൈ സ്കൂപ്പ് എടുക്കുന്നു, അതിനൊപ്പം കുറച്ച് വെള്ളം കുടിക്കുന്നു, അതായിട്ട് പെട്ടെന്ന് കഫേന്റെ സ്പൈക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അത് പെട്ടെന്നുള്ള ഒരു ക്രിയാറ്റിൻ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും. പക്ഷെ ക്രിയാറ്റിന് അത്രയും സീനില്ല. ബട്ട് എന്നാലും ഈ ചോക്കിംഗ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഡൈല്യൂട്ട് ചെയ്യുന്ന സാധനം ഡൈല്യൂട്ട് ചെയ്ത് തന്നെ കഴിക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ആവശ്യമൊന്നുമില്ല. പ്രൊമോഷൻ ഞാൻ പറഞ്ഞില്ല, പ്രൊമോഷൻ നല്ലതാണ്, നല്ലതായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഏറ്റവും വലിയ ബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ കൈയിടയ്ക്ക് ഞാൻ കണ്ടതാണ്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ പ്രോട്ടീൻ കഴിച്ചിട്ട് 2 ഗ്രാം പ്രോട്ടീൻ വെച്ച് ആഡ് ചെയ്തപ്പോഴത്തേന് 1 മാസം കൊണ്ട് 4 കിലോ മസിൽ മാസ് കൂട്ടിയിരുന്നു. എന്റെ പൊന്നളി, കണ്ണു കളിപ്പോയി. പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ ആദ്യം ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കുറെ ക്രിയാറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആണ് അവർ കാണിക്കുന്നത്. സത്യം ഇതിന് ജെനുവിനിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത് ക്രിയാറ്റിൻ കഴിച്ചു എന്ന് വെച്ചാൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഇത്രയും വലിയ ഡിഫറൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ക്രിയാറ്റിൻ എടുക്കാണ്ട് തന്നെ പ്രോപ്പറായിട്ട് മസിൽ ബിൽഡ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മളെപ്പോലുള്ള സാധാരണ പിള്ളേർക്ക് ഈ പ്രോട്ടീൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, പൈസ കൂടുതലാണ്. സോ അവർ ഈ ഒരു പ്രൊമോഷൻ കണ്ടിട്ട് ഓക്കെ ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ വലിയ എന്തോ ഇതാണ്, അങ്ങനെ ഒരു ഇതായി മാറുന്നുണ്ട്. അത് ഭയങ്കര റോങ് ഇൻഫോർമേഷൻ ആണ് കൂടെ പോകുന്നത്. ഇത് കൂടുതൽ നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്ത് പുഷ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരാറുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വേ ഓഫ് പ്രസന്റേഷന്റെ സംഭവമാണ്. സോ ആക്ച്വലി ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ക്രിയാറ്റിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ അവർ 5 സ്കൂപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എടുക്കില്ല എന്നല്ല, അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. ആ സമയത്ത് ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഈവൻ ഞാൻ ഇനി ഫ്യൂച്ചറിൽ പ്രൊമോഷൻ ചെയ്യുവാണെങ്കിലും ഞാനത് പറയും. സോ അതുപോലെ തന്നെ ക്രിയാറ്റിൻ നിർത്തിയാലും അതേ എഫക്റ്റ് തന്നെയാണ്. നമുക്ക് സ്ട്രെങ്ത്തിലും വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും വ്യത്യാസം. സോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണവർക്ക് എടുക്കില്ല, ആവശ്യം ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് വർക്കൗട്ട് പുൾ ഓവർ അല്ലേ? പുൾ ഓവർ ഞാൻ ചെയ്യില്ല, കാരണം ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ബ്രോ ചെയ്തു. ഈ സിറ്റുവേഷനിൽ എനിക്ക് ഒത്തിരി വർക്കൗട്ട് ഞാൻ ചെയ്യാറില്ല, കാരണം ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. സോ ലാറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റിയൊരു എക്സസൈസ് ആണ്, ഐസോമെട്രിക് ആയിട്ടുള്ള എക്സസൈസ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബൈസെപ്സ് അല്ലേ ചെയ്യുന്നത്? നമുക്കൊരു എത്ര ചെയ്യാം? ഞാൻ എൻ്റെ ടോപ്പ് അങ്ങനെ പൊക്കി പറയണമെന്നല്ല, 20 വരെ പോയിട്ടുള്ളൂ. അതൊക്കെ ടോപ്പാണോ? 20 ഞാൻ അടിക്കരുത്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 20 ഞാൻ അടിക്കും, ഫുട്ബോൾ അടിക്കരുത്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് ഹാമറ ചെയ്യാം. ഹാമറാണ് ഇഷ്ടമായി.
എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ബൈസെപ്സ് ചെയ്യാൻ. ഇഷ്ടമല്ല, അത്ര വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സീരിയസ്ലി എനിക്ക് ബൈസെപ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ട്രൈസാണ്. പ്രൈസിനും അല്ല ഓളിയും കൂടുതൽ. ട്രൈസാണ് വലിയ മസിലല്ലോ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ആംസിലേക്കാണ് ആൾക്കാർ നോക്കുന്നത്. എനിക്ക് അത്യാവശ്യം ജനറ്റിക്സ് ഉള്ളതാ. ഈ ഒരു ഗ്യാപ്പ് ശരിക്കും ജനറ്റിക്സ് ആണ്. ഓരോരുത്തരുടെ ജനറ്റിക്സ് ആണ്. ഇത് നമുക്ക് ഒരാളിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് മസിൽ ഉണ്ടായി കഴിയുമ്പോൾ ആൾക്കാർ അറിയാം അത് ജനറ്റിക്സ് ആണ്. നമ്മള് ഫസ്റ്റ് എങ്ങനെ ഇരുന്നേ നമുക്കറിയാം. നമ്മൾ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് ലെവലെത്തി കഴിയുമ്പോൾ അവന് നല്ല ജനറ്റിക്സ് ഉണ്ട്. സോ ബ്രോ കൺട്രോൾ ചെയ്ത് അടിക്കുന്ന ആളാണോ അതോ ഇതുപോലെ ഞാൻ സ്പീഡ് അടിക്കുന്ന ആളാണോ? വളരെ കൺട്രോൾ ചെയ്ത് ഞാനപ്പോൾ അവിടെ എനിക്കൊരു 10 റെപ്പ് വേണമെന്നൊന്നും നോക്കില്ല. കൂടി പോയി കഴിഞ്ഞാൽ അത് മസിൽസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. വലിയ മസിൽസ് ആണെങ്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഒരു 8 to 10 റെപ്പ് ആയിരിക്കും. ചെറിയ മസിൽസ് ആണെങ്കിൽ 10 to 12 ആയിരിക്കും. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് ഫോം ഇന്റൻസിറ്റി നോക്കും. സോ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ വരുന്ന എല്ലാ റെക്കോർഡും ഞാൻ പോസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്നതാണോ? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പോസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനും അതിന് ടൈമും ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രോ ഉണ്ടല്ലോ ടൈം എന്താ ടൈം നിങ്ങൾ ചെയ്യണം. അത്ര ഫ്രണ്ട് ഐബോൾ ബൈസെപ്സ് ഒന്ന് പിടിച്ച് നോക്കട്ടെ എന്താ അങ്ങനെ ചെയ്യണം എന്ന് പറയട്ടെ. വെരി ഗുഡ്. അസൽ ബോറായിട്ടുണ്ട് സത്യം പറയാം. എനിക്കറിയില്ല. അങ്ങനെ അത് മേളിലേക്ക് നോക്കിയായിരുന്നു, താഴത്തേക്ക് ഇച്ചിരി പോയെന്നുള്ളൂ. കുഴപ്പമില്ല, റെഡിയാക്കാൻ. സോ ബോഡി ബിൽഡിങ്ങിന്റെ കോൺസെപ്റ്റ് വരുമ്പോഴത്തേനും എന്താ പറയാ ഈ ഒരു റേഷ്യോ ആയിരിക്കും വരുന്നത്. ഷോൾഡർ വിധത്തില് ഒത്തിരി അടുത്തല്ല വെക്കണ്ട. കുറച്ച് ഇത് മെൻസ് ഫിസിക്കിന്റെ ഒക്കെ ആണെങ്കിൽ കാലിന്റെ മൂവ്മെന്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരു 7 o'clock ലെഫ്റ്റ് ലെഗും ഒരു 1 o'clock നമ്മുടെ റൈറ്റിലേക്കും വരും. ഒരു ടോയില് നിൽക്കണം. സോ ഇതായിരിക്കും കുറച്ചുകൂടി എസ്തെറ്റിക് വൈബ് കിട്ടണമെങ്കിൽ ഈ ഒരു പിടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അല്ലാതാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി പോകും. നമുക്ക് എസ്തെറ്റിക് രീതിയിൽ എന്താ പറയാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജിമ്മിൽ എടുക്കാനാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നൈസ്. ഒത്തിരി ഫ്രണ്ടിലേക്ക് കൊടുക്കണ്ട, കുറച്ച് ബാക്കിലേക്ക് പോകട്ടെ. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് സ്റ്റെപ്പ് ചെയ്ത്. ഓക്കെ, ഇത് ബെറ്റർ ആണ്, പ്രോപ്പർ ആയിട്ടില്ല, ബട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നല്ല ടഫാട്ടോ. പ്രാക്ടീസ് ചെയ്യാണ്ട് പറ്റില്ല. ഞാൻ തന്നെ 1 year ആയിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസിലാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ ബ്രോന്റെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ വിചാരിക്കോ കാണുമ്പോൾ എളുപ്പമാണ്. കാണുമ്പോൾ ഭയങ്കര എളുപ്പമല്ല, ഇത് ചെയ്യാൻ പാടാ. എനിക്ക് അതുപോലെ തന്നെ ട്രൈസെപ്സിന്റെ ട്രൈസെപ്സ് പല രീതിയിൽ പിടിക്കാം. പിന്നെ മെയിനായിട്ട് ഇപ്പൊ പോകുന്നത് ഈ രീതി, ബോഡി ബിൽഡിങ്ങിന്റെ രീതിയിൽ പോകുമ്പോഴത്തേനും ഇങ്ങനെയാണ് പോകുന്നത്. കൈ വീശി എടുത്ത് വീശി എടുത്തു, ഇവിടെ ഹോൾഡ് ചെയ്തു, ഇവിടെ ഹോൾഡ് ചെയ്തു. നൈസ്. എന്നിട്ട് ഇതുണ്ടോ, നമ്മുടെ ഫ്രണ്ടിലത്തെ കാലം ഒരു ചെറിയ ബെൻഡ് വേണം. ബാക്കിൽ ഇരിയുടെ കാലും ചെറിയ സ്ലൈറ്റ് ബെൻഡ് വേണം. എന്ന് സ്ട്രൈറ്റ് അല്ല, പക്ഷെ മെയിൻ ബെൻഡ് വരുന്ന ഇതിനായിരിക്കണം. ഒത്തിരി ഫ്രണ്ടിലേക്ക് വരരുത്, കുറച്ച് ബാക്കിലേക്ക് വന്നേ. നീ ഇരുന്നേ. ഓക്കെ, നൈസ്. കണ്ടോ, കറക്റ്റാണ്. സുഖമാണ് പോസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല പോസ്, നല്ല ഇവിടെ മൈൻഡ് മസിൽ കണക്ഷൻസ് ഒക്കെ ആക്ടിവേറ്റ് ആക്കാനും നല്ല ടഫാണ്. ഞാൻ ബ്രീത്തിങ് ഹോൾഡ് ചെയ്യണം. എനിക്ക് ആക്ച്വലി ബ്രീത്തിങ് ഞാൻ സെറ്റാക്കി വരുന്നേ ഉള്ളൂ. ബ്രീത്തിങ്ങും ഇതിൽ മെയിൻ തിങ് ആണ്. സോ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് പണ്ട് തുടങ്ങിയുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ നമ്മൾ ചെറുതാണ് മറ്റേ ബോഡി ഡിസ്മോർഫിയ. നമ്മള് എവിടെ കണ്ട മിററിൽ നോക്കുമ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയ പമ്പാണ്. പക്ഷെ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചെറുതായ നമുക്കൊരു ഫീൽ നമ്മൾ ചെറുതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളതാണ് തോന്നുന്നു. ബോഡി ബിൽഡർ വേണ്ട, നോർമൽ പേഴ്സൺ വർക്കൗട്ട് ചെയ്തിട്ട് 6 മാസം കഴിയുമ്പോൾ അവന് തുടങ്ങും. അത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബോഡി ബിൽഡേഴ്സ് ആണ്. അതെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷനും പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഫുള്ള് ഈ ഒരു ഫുൾ പ്രഷറായിരിക്കും. അതെ, കാരണം അത്രയും അത്ലറ്റ്സ് ഉണ്ടാവും ഇതിനകത്ത്. ഈവൻ ഞാൻ മറ്റേ നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്ത സമയത്താണെങ്കിലും ഒരു സമയത്ത് ഞാൻ ഓക്കെ ആയിരുന്നു. ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അയ്യോ കുറച്ചും കൂടി സൈസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമുക്ക് തോന്നും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്ര സൈസ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് മിററിൽ നോക്കുമ്പോഴത്തേനും നമ്മളെ ഏറ്റവും വലിയ സൈസ് ആണെന്ന് തോന്നും. പക്ഷെ അത് തിരിച്ച് നാളെ ഇപ്പോൾ ഞാൻ ഈ ബ്രോ നിൽക്കുന്ന നോക്കി. സോ അപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ ജനറ്റിക്സ് വ്യത്യാസമുണ്ട്. അല്ല, ഇത് ഭയങ്കര നമുക്ക് മെന്റലി എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ചെറുതാണല്ലോ. ഒത്തിരി പേര് ഇത് അനുഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇതില്ല, കാരണം ഞാൻ കോമ്പറ്റ് ചെയ്യുന്ന ആളല്ല. സോ എനിക്ക് അതുകൊണ്ട് നോർമലായിട്ട് തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്, പക്ഷെ എനിക്ക് അത്രത്തോളം ഉണ്ട്.
നോർമലായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബ്രോനെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒബ്വിയസ്ലി എനിക്ക് വരാം. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കിപ്പോൾ ഇഞ്ചറി പറ്റിയിട്ടാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ പല കാര്യങ്ങളും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു എന്താ പറയുക എലമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫേസ് ചെയ്യാം. എനിക്ക് വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാം, അയ്യോ എനിക്ക് ബോഡി ഇല്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. പക്ഷേ വേണമെങ്കിൽ ആൾക്കാരെ കളിയാക്കുന്നുമുണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നാളെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്ന ദിവസമുള്ളൂ. വർക്കൗട്ട്സ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ലൈറ്റൊക്കെ അണച്ചു. മോർണിംഗ് സെഷൻ ആയിരുന്നു. നമ്മൾ വർക്കൗട്ട്സിനേക്കാളും കൂടുതൽ ഇതിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ടോപ്പിക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറെ പേർക്ക് നിങ്ങളുടേതായ ഡൗട്ട്സ് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതലും പറയാറില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കേ പറയാറുള്ളൂ. ചെയ്യുക. വെറൈറ്റി സാധനങ്ങൾ വരുന്നുണ്ട് ഇതിലും വലുതായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലൈക്ക് ഇടണം. കാരണം ലൈക്ക് ഇട്ടാലാണ് ഇത് പുഷ് ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. കാരണം എങ്കിലാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് നോക്കാവുന്നതാണ്. തീർച്ചയായും. സോ അത് ചെയ്യണം, മറക്കാണ്ട് ചെയ്യണം. സോ അത്രയൊക്കെ ഉള്ളൂ. സോ ഇനി അങ്കമാലിയിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്കമാലിൽ എന്തായാലും വരണം, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യണം. സോ ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. സോ നമ്മുടെ സീരീസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ബിൽഡിംഗ് ന്യൂ നെറ്റ്വർക്ക് വിത്ത് അതേഴ്സ്. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഓക്കെ ഗൈസ്, വൈൻഡ് അപ്പ് ചെയ്യണം. വിൽ സീ യു സൂൺ.